കാനഡയിലെ ആഫ്രിക്കൻ ലയൺ സഫാരി ഇൻ ഹാമിൽട്ടൺ ഒന്ന് പോയി നോക്കിയാലോ? ഞങ്ങളെപ്പോഴും യാത്ര തുടങ്ങുന്നതിന് മുമ്പേ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാറുണ്ട്. ഇവിടെ കാനഡയിലെ ഒട്ടുമിക്ക പമ്പുകളിലും സെൽഫ് സർവീസാണ്. അതായത് നമ്മൾ തന്നെ പേയ്മെൻറ്റ് നടത്തി നമ്മൾ തന്നെ പെട്രോൾ അടിക്കണം. ഇവിടെ ഇന്ന് പെട്രോളിൻ്റെ വില 1 ലിറ്ററിന് $1.79. അതായത് നാട്ടിൽ ഏകദേശം ഒരു 120 രൂപയോളം വരും. ഒരു കൗതുകം എന്തെന്നാൽ ഇവിടെ വെള്ളത്തിനേക്കാൾ ചീപ്പാണ് പെട്രോളിൻ്റെ വില. കൂടാതെ ഓരോ പെട്രോൾ പമ്പിലും ഓരോ പ്രൈസും ആയിരിക്കും. 50 ലിറ്റർ ടാങ്കിൽ ഞങ്ങൾ ഏകദേശം 47 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് യാത്ര തുടങ്ങുകയാണ്. 31 കിലോമീറ്റർ, അതായത് 42 മിനിറ്റിൽ എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. ഈ മഞ്ഞും മഴയുള്ള സമയത്തൊക്കെ ഈ ക്ലൗഡി ആയിട്ടുള്ള സമയത്ത് ഇങ്ങനത്തെ ലോഫി പാട്ടുകൾ കേൾക്കാൻ ഭയങ്കര അടിപൊളിയാണ്. ചായയുടെ ഉണ്ടെങ്കിൽ ഡബിൾ എഫക്റ്റ് ആണ്. എൻട്രൻസ് നമ്മളെത്തിയോ? എൻട്രൻസ് എത്തിയോ? നമ്മളിപ്പോ ലയൺ സഫാരിയിലേക്കുള്ള എൻട്രൻസിലൂടെയാണ് പോകുന്നത്. മഞ്ഞപ്പൊടി SNDP സ്ഥലമാണ്. ഞങ്ങൾ അങ്ങനെ മെയിൻ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. ആ കാണുന്നതാണ് മെയിൻ എൻട്രൻസ്. അവിടെയാണ് ഞങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത ടിക്കറ്റ് സ്കാൻ ചെയ്യേണ്ടത്. വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഇനി ഇവിടെ 12 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണെങ്കിൽ ടിക്കറ്റ് റേറ്റ് $54, 3 മുതൽ 12 വരെയാണെങ്കിൽ അത് $40. ഇനി 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിലോ ടിക്കറ്റ് റേറ്റ് ഫ്രീയുമാണ്. ഞങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്തത് കൊണ്ട് തന്നെ ഏകദേശം ഒരു $8 ഞങ്ങൾക്ക് ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട്. Oh yeah. And will you be taking your own car through today? Yeah, taking the same car, yeah. Okay, there's no cracks in the windshield? No. Perfect, and then just keep all windows and doors closed. Okay. And it's going to be on your right there. It opens at 10 o'clock. Opposite 10? Yes, Okay. yeah, so you can just park to the left for now, and there's some things to do over there. ടിക്കറ്റ് സ്കാനിങ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു മാപ്പ് കിട്ടും. അതിൽ ഇതിനുള്ളിലെ എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആനിമൽസിനെ കാണാൻ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് നമുക്ക് നമ്മുടെ സ്വന്തം കാർ യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് കാണാം, അല്ലെങ്കിൽ ഇവിടെയുള്ള ബസ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. ഏകദേശം ഒരു $5 നമ്മൾ പേ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കാറിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. കയ്യിലെ മാപ്പിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. റോഡിലെ പോസ്റ്റഡ് സയൻസ് നോക്കി ഓടിച്ചാൽ മതി. കുറച്ച് ഓടിച്ചു ചെല്ലുമ്പോൾ ഒരു ഗേറ്റ് കൂടിയുണ്ട്. അവിടെ ഒരാൾ നമ്മുടെ കാർ വിഷ്വലി ഒന്ന് ചെക്ക് ചെയ്യും. കാറിന് റൂഫ് ഷീറ്റ് അല്ല എന്നും വിൻഡോസിനൊന്നും ക്രാക്ക് ഇല്ല എന്നും ഉറപ്പുവരുത്തും. അതിനുശേഷം മാത്രമേ നമ്മളെ കടത്തി വിടുകയുള്ളൂ. കാരണം ആനിമൽസ് കാർ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മൃഗങ്ങളെ കാണാൻ സാധിക്കും. ഇവിടെ കാണുന്ന പല ആനിമൽസിൻ്റെയും പേര് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജെമിനി വളരെ സഹായകരമായി. നാട്ടിലെ മൃഗശാലയിൽ നടന്നു കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലേ, അത് ഇതിൽ നിന്നും വളരെ തികച്ചും വ്യത്യസ്തമായിരുന്നു. ആനിമൽസ് നമ്മുടെ അടുത്ത് നിൽക്കുന്ന പോലെ തോന്നും, ഒരു വിൻഡോസ് അകലം. അതുകൊണ്ട് തന്നെ ആനിമൽസ് നമ്മുടെ കാർ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞ ഒരു വിഷ്വൽ ഇൻസ്പെക്ഷൻ ഇല്ലേ, അവിടെ അവർ നമ്മുടെ വണ്ടിയുടെ വിൻഡോസിനും വിൻഷീൽഡിനും ക്രാക്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും. കൂടാതെ റൂഫ് സോഫ്റ്റ് ടോപ്പ് ആണോ, അതായത് കൺവേർട്ടബിൾ ആയിട്ടുള്ള വെഹിക്കിൾസ് ഇല്ലേ, അതുപോലെയുള്ള വെഹിക്കിൾസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. അതെല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മളെ കടത്തി വിടുകയുള്ളൂ. നമ്മുടെ സേഫ്റ്റിക്ക് നമ്മളെപ്പോലെ തന്നെ അവരും പ്രാധാന്യം നൽകുന്നുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുന്ന വഴികളിലെല്ലാം സ്റ്റാഫിനെ അവരുടെ ഷെൽട്ടറിനുള്ളിലോ അല്ലെങ്കിൽ അവരുടെ ട്രക്കിനുള്ളിലോ ആയി നമുക്ക് കാണാൻ പറ്റും. അവർ ചിലപ്പോൾ അവിടെ ഏതെങ്കിലും മെയിൻ്റനൻസ് വർക്ക് ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ അവർ ആനിമൽസിനെ ഫീഡ് ചെയ്യുന്നുണ്ടാകും. ഡ്രൈവ് ചെയ്തു പോകുന്ന വഴി കാർ നിർത്തി പുറത്തിറങ്ങാനോ വിൻഡോസ് താഴ്ത്തി ഡ്രൈവ് ചെയ്യാനോ പാടുള്ളതല്ല. ഡ്രൈവ് ചെയ്തു പോകുന്ന വഴിയിലെല്ലാം ഇത്തരം ബോർഡുകൾ ഒത്തിരി വെച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞങ്ങൾ കണ്ട ഏകദേശം 50% ആനിമൽസിൻ്റെയും വീഡിയോസ് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. Sinking in, I know this feels right. Catching a breeze, love moving through me like
plan. I know I'm holding the best of me out of my hand. I know you always understand. Bring me into golden sunlight. If I'm going with you, I know we'll get to the other side. Sinking in, I know this feels right. Catching a breeze, love moving through me like a wildfire, like a wildfire. നമ്മളിവിടെ കാനഡയിൽ ട്രിപ്പ് പോകുമ്പോൾ എപ്പോഴും വെതർ ചെക്ക് ചെയ്യണം. ക്ലൗഡി ആണെന്ന് കാണിക്കുകയാണെങ്കിൽ മാക്സിമം ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇവിടെ നമുക്ക് 100% വെതർ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ സഫാരി ഡ്രൈവിൻ്റെ പകുതി ആയപ്പോഴേക്കും മഴ എത്തി. വല്ലപ്പോഴും പെയ്യുന്ന മഴ ഇന്നിവിടെ ഇടിവെട്ടി പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ പല അനിമൽസിൻ്റെയും ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ മഴ ശക്തി കൂടി വന്നപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കി. പിന്നീട് വെതർ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് മഴ ഇപ്പോഴൊന്നും തീരുന്ന ലക്ഷണമേ ഇല്ലായിരുന്നു. ഒത്തിരി വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കി ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. Sinking in, I know this feels right. Catching a breeze, love moving through me like a wildfire, like a wildfire. Hey, I'm never the same. Golden sunlight. If I'm going with you, I know we'll get to the other side. Sinking in, I know this feels right. കഴിവാന്റെ ഉമ്മ എടുക്കുന്നത് വൈബ്. ഈ ബസ്സിലാണ് കാർ യൂസ് ചെയ്യാത്തവർ സഫാരി ഡ്രൈവ് ചെയ്യുക. അത്
കഴിഞ്ഞ് നേരെ നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നേക്കുന്നതാണ്. ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് കുറേ അധികം വണ്ടികളൊന്നും ഇല്ല, അല്ലെങ്കിൽ ഭയങ്കര തിരക്കാണെന്നാണ്. അങ്ങനെ സഫാരി ഡ്രൈവ് കഴിഞ്ഞു. ഇനി നടന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള കാഴ്ചകളാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.